ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്നും അടിച്ചെടുത്ത ആ ഒരു 2 ലക്ഷം രൂപയുടെ പങ്ക് നവീൻ ചോദിച്ചപ്പോൾ ആൻ്റണി പഴയ പല്ലവി തന്നെ പാടുകയാണ്. ആർക്കും താൻ തുല്യമായിട്ട് വീതമൊന്നും കൊടുക്കാറില്ല എന്ന്. എന്നിട്ട് കയ്യിൽ നിന്ന് കുറച്ച് കാശെടുത്ത് നേരെ നവീന് നീട്ടി. നവീനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ ആൻ്റണിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ആൻ്റണി പതുക്കെയൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഹാ പോട്ടെ, എൻ്റെ കയ്യിൽ നിന്നും കുറേ അടി വാങ്ങിച്ചതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കാശും കൂടി അങ്ങ് കൊടുത്തു. നവീൻ അതോടുകൂടെ തന്നെ ഭയങ്കര അങ്ങ് സന്തോഷമായി. ഈ ഡീലിംഗ് ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് അവൻ പറഞ്ഞു. ആൻ്റണിക്കപ്പോൾ അടുത്ത ഉപദേശമാണ്, എടാ നീ 2 മാസത്തേക്ക് ഇനി ഈ ഏരിയയിലേക്ക് പോലും വന്നു പോവരുത്. എങ്ങോട്ടെങ്കിലും ഇവിടെ നിന്നും മാറി നിൽക്ക്. കാശും കിട്ടി പുറത്തു ഇറങ്ങാൻ ഒരു ചാൻസും കിട്ടിയപ്പോൾ നവീന് ഫുള്ള് ഓണായി. ഇത് കൊള്ളാലോ, കാശും കിട്ടി ടൂറും പോവാം, എനിക്കിനി അത്യാവശ്യം വന്നാൽ ഞാൻ ഏതായാലും വന്നോളാം എന്നും പറഞ്ഞു കൊടുത്തനെ. ആൻ്റണി അവിടെ ഒരു 2 മാസം കഴിഞ്ഞ് വരാനും പറഞ്ഞു. അന്ന് എന്ത് ചെയ്യണമെന്ന് ബാക്കി ഞാൻ പറഞ്ഞു തരാമെന്നും പറയും. നവീന് ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇനി എനിക്ക് പണിയുണ്ടടാ, വെറുതെ കാശ് കിട്ടിക്കോളുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുധിയായിരിക്കും. സുധിക്ക് വലിയൊരു ഡീലർഷിപ്പ് കിട്ടിയ വാർത്ത കേട്ട് ഒരുപാടധികം സബ് ഡീലേഴ്സ് അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് അത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. അവൻ ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി, പണ്ട് ഞാൻ ഇവിടെയൊക്കെ പിന്നാലെ കുറേ അധികം ഡീലർഷിപ്പിന് വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. ജീവിതം കണ്ടോ എങ്ങനെയാണ് മാറി മറിയുന്നത് എന്ന്. ശ്രുതിയും അത് ശരിവെച്ചു. ശ്രുതിക്ക് ഇനി നല്ല കാലമാണ്, കാരണം വലിയൊരു ഡീലർഷിപ്പല്ലേ കിട്ടിയിരിക്കുന്നത് എന്ന് അവളും പറയും. ആ സമയത്തന്നെ അഭിലാഷ് സാറിൻ്റെ കോള് വരും. വലിയൊരു ഡീലർഷിപ്പ് കൊടുത്ത സാറാണല്ലോ അയാൾ. ശ്രുതിയും ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ ആ ഒരു ഫോൺ എടുത്തു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഭിലാഷ് സാർ ചോദിക്കുന്നുണ്ട്, ശ്രുതിയെ ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട് അല്ലേ എന്ന്. അതെ സർ, ഞാൻ അവരുടെ ലിസ്റ്റ് സാറിന് അയച്ചു തരാമെന്ന് ശ്രുതി മറുപടി കൊടുത്തു. ഉൽപ്പന്നങ്ങൾ എത്രയും വേഗം തന്നെ അയച്ചു തരണമെന്നും അത് പ്രൊമോട്ട് ചെയ്യാൻ നല്ല പബ്ലിസിറ്റി വേണമെന്നും സാറ് പറഞ്ഞു. ശ്രുതി പറയുന്നുണ്ട്, ഞാനും അതേക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു സർ. പക്ഷേ വലിയൊരു പരസ്യം ചെയ്യാൻ നല്ല ചിലവാകും. എൻ്റെ കയ്യിലിപ്പോൾ അത്രയൊന്നും ബഡ്ജറ്റില്ല. ബഡ്ജറ്റിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്നും താൻ നോക്കിക്കോളാമെന്നും സാറ് ഉറപ്പ് നൽകി. ശ്രുതി ഷോറൂമിൽ വെച്ച് തന്നെ ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യണമെന്നും അത് ഷോപ്പിന് വലിയൊരു പബ്ലിസിറ്റി ആവുമെന്നും പറഞ്ഞു. ശ്രുതി അതോടുകൂടെ തന്നെ വല്ലാത്ത സന്തോഷത്തിലായിരിക്കും. അവൻ സാറിനോട് ചോദിക്കുന്നുണ്ട്, സാറേ, പുറത്തു നിന്നും ആരെയാണ് അഭിനയിപ്പിക്കാൻ വിളിക്കേണ്ടത് എന്ന്. ടോപ്പിലുള്ള ഏതെങ്കിലും സിനിമാ നടീനടന്മാരെ വേണോ, അതോ ബോളിവുഡിൽ നിന്നും ആരെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കും. അന്നേരം അഭിലാഷ് സാറ് പറയുന്നുണ്ട്, അവരാരും വേണ്ട ശ്രുതി, ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഓണേഴ്സ് തന്നെയാണ് പരസ്യത്തിൽ വരുന്നത്, അതാണ് കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്നത്. ശ്രുതി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, ശരി സർ, അപ്പോൾ സാറാണോ അഭിനയിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ സാറ് പതുക്കെ പറഞ്ഞു, ഞാനല്ല ശ്രുതി, ശ്രുതിയുടെ ഫാമിലിയാണ് ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് എന്ന്. അത് കേട്ടപ്പോൾ ശ്രുതിയും ആകെ അങ്ങനെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. എന്ത്, ഞങ്ങൾ അഭിനയിക്കാനോ എന്ന് അവർ ഞെട്ടലോടുകൂടെ തന്നെ നോക്കുമ്പോൾ സാറ് പറയുന്നുണ്ട്, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുടുംബം മൊത്തം ഇതിൽ അഭിനയിക്കണം. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷേ ഫാമിലിയൊക്കെ വേണോ? അത് വേണം, കാരണം TV എന്ന് പറയുന്നത് കുടുംബം ഒന്നിച്ചിരിക്കുന്നത് കാണുന്ന സാധനമാണ്. കുടുംബത്തിലുള്ള എല്ലാവരും അഭിനയിക്കണം. TV വാങ്ങുമ്പോൾ നോക്കാറുണ്ട്, എല്ലാത്തരം ആളുകളും നമ്മുടെ പ്രോഡക്റ്റ് എത്താൻ ഇത് സഹായിക്കും. സ്ക്രിപ്റ്റ് വരെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് സാർ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രുതിയും അച്ഛനും അമ്മയുമൊക്കെ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് ശ്രുതി പറഞ്ഞു നോക്കി. പക്ഷേ അഭിലാഷ് സാർ വിടാനൊന്നും ഭാവമില്ലായിരുന്നു. അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാത്തതാണ് എനിക്ക് വേണ്ടത്, അതാകുമ്പോൾ നല്ല നാച്ചുറലായിരിക്കും. നിങ്ങളുടെ കുടുംബം അത്രയ്ക്ക് നല്ല കുടുംബമാണ് എന്ന് സാറ് പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ശ്രുതി പതുക്കെ പറയുന്നുണ്ട്, ഞാനും ശ്രുതിയും വർഷയും ശ്രീകാന്തൊക്കെ ഓക്കെ, പക്ഷേ ആ സച്ചിക്കും രേവതിക്കും ഇതിനൊന്നും ഒട്ടും കഴിവില്ല സർ. അന്നേരം സാർ ഉടനെ പറഞ്ഞു, ശ്രുതി എന്താ ഈ പറയുന്നത്? അവർക്കാണ് ഏറ്റവും അധികം കഴിവുള്ളത്. അവൻ എന്തൊരു നാച്ചുറലാണെന്നറിയോ? അവൻ്റെ ആ ഒരു അഭിനയം നമ്മുടെ പ്രോഡക്റ്റിന് നല്ല റീച്ച് നൽകും. അവരെന്തായാലും വേണം. മുംബൈയിലെ ഒരു ടീം ഷൂട്ടിങ്ങിനായി എത്തുമെന്നും പറയാണ് സാറ്. ശ്രുതി എല്ലാം സമ്മതിച്ചു കൊടുത്തു, കാരണം വലിയൊരു ഡീലർഷിപ്പ് കയ്യിലിരിക്കുമല്ലേ. പിന്നീട് സാർ വലിയൊരു സർപ്രൈസും കൂടി പറഞ്ഞു, ശ്രുതി, നിങ്ങൾ വെറുതെ അഭിനയിക്കൊന്നും വേണ്ട. അഭിനയിക്കുന്നവരെ ഓരോരുത്തർക്കും ഞാൻ ഓരോ കപ്പിൾസിനും 50,000 രൂപ വെച്ച് മൊത്തം 2 ലക്ഷം രൂപ ഞാൻ തരുമെന്ന് പറയും. ശ്രുതിയുടെയും കണ്ണങ്ങ് തള്ളിപ്പോയി. ഉടനെ തന്നെ കാശ് അക്കൗണ്ടിലേക്ക് അയക്കുമെന്നും നാളെ തന്നെ മുംബൈ ടീം അങ്ങോട്ടേക്ക് എത്തും, ഫോളോ അപ്പ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ സാറ് ഫോൺ വയ്ക്കുന്നത്. ശ്രുതിയും ആകെ ആവേശത്തിലായി. നമ്മുടെ സമയം തെളിഞ്ഞു ശ്രുതി, പക്ഷേ ആ സച്ചിൻ രേവതിയും അഭിനയിപ്പിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. അതാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷൻ തോന്നുന്നു എന്നൊക്കെ പറയാണ് ശ്രുതി. ഫാമിലിയായിട്ട് വേണമെങ്കിൽ സാറ് പറയുന്നത് പോലെ തന്നെ ഇത് കടക്കും ഗുണമാണെന്ന് പറഞ്ഞ് ശ്രുതി അവനെ സമാധാനിപ്പിച്ചു. അച്ഛൻ ഇതിന് സമ്മതിക്കുമോ എന്നാണ് എൻ്റെ പേടിയെന്ന് ശ്രുതി പറഞ്ഞു. നമുക്ക് രാത്രി പോയിട്ട് എല്ലാവരോടും സംസാരിക്കാം, ഓരോരുത്തർക്കും 25,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ശ്രുതി ഉടനെ ചോദിച്ചു, അവർക്ക് എന്തിനാ പൈസയൊക്കെ കൊടുക്കുന്നത് എന്ന്. അവരറിഞ്ഞില്ലെങ്കിൽ ആ കാശ് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാലോ.
അവനറിഞ്ഞ ഒരു പ്രശ്നമാവില്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അവരെങ്ങനെ അറിയാനാണ്, നമുക്ക് നമ്മുടെ ബിസിനസ്സിലെ സഹായമായിട്ട് കരുതാമെന്ന് ശ്രുതി പറയും. ശ്രുതിയും അത് ശരിവെച്ചു. ശ്രുതിയുടെ ലുക്കിനെ കുറിച്ച് പറഞ്ഞ് അവർ പതുക്കെ പുകഴ്ത്തിയും സന്തോഷിച്ചും അങ്ങനെ ഇരിക്കുമായിരിക്കും. അങ്ങനെ രാത്രി എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്തിന് ശ്രുതിയും ആ ഒരു കാര്യം അവതരിപ്പിച്ചു. ചന്ദ്രമതി ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രീകാന്ത് അഭിനന്ദിക്കുകയും ചെയ്തു. കടയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടില്ല, നമ്മൾ വിൽക്കാൻ പോകുന്ന ടിവിക്ക് വേണ്ടിയിട്ടാണ് ഈ പരസ്യമെന്ന് ശ്രുതി പറഞ്ഞു. വർഷ ആവേശത്തോടു കൂടി ചോദിക്കുന്നത്, ഹോ, അപ്പോൾ വലിയൊരു പരസ്യമായിരിക്കുമല്ലേ ഇത്? ആരാ അഭിനയിക്കുന്നത്? എന്തെങ്കിലും വലിയ ഹീറോ ഒക്കെ വരുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും വരണം, നിങ്ങൾ വന്നാലേ ഷൂട്ട് നടക്കൂ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് പരസ്പരം നോക്കുകയാണ്. അച്ഛാ, ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളാണ്. അഭിലാഷ് സർ അത് നിർബന്ധം പിടിച്ചു എന്ന് ശ്രുതി പറഞ്ഞു. രവീന്ദ്രൻ പതുക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറയുന്നത്? നമുക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ. ചന്ദ്രമതി അന്നേരം പറയുന്നുണ്ട്, ഭരതനാട്യമാണെങ്കിൽ ഞാൻ കളിക്കുമെന്ന്. അഭിനയമൊന്നും എനിക്ക് വലിയ വശമില്ല. സച്ചി അന്നേരം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മയും അച്ഛനും നല്ല നടനും നടിയുമൊക്കെയാണല്ലോ, നിങ്ങൾ അഭിനയിച്ചോ, ഞങ്ങളെന്തിനായി വിളിക്കുന്നത്? സാറിന് നിർബന്ധമാണെങ്കിലും ഹോം അപ്ലയൻസസ് ഷോറൂമിൻ്റെ പരസ്യത്തിന് ഒരു ഫാമിലി തന്നെ അത് വാങ്ങാൻ വരുന്ന രീതിയിൽ വേണമെന്നും ശ്രുതി വിവരിച്ചു കൊടുത്തു. അങ്കിളിനെയും ഫാമിലിയും സാറിന് ഇഷ്ടമായി എന്നും എല്ലാവരും വേണമെന്നും ശ്രുതി പറയാണ്. നമ്മളെല്ലാവരും അഭിനയിക്കാൻ പോവുകയാണെന്നോ എന്ന് ചന്ദ്രമതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് ചോദിച്ചു. ഇനി കേരളത്തിലെ എല്ലാ ടി വിയിലും കാണാൻ വേണ്ടി പോകുന്നത് നമ്മളായിരിക്കും എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ വർഷയ്ക്ക് ഭയങ്കര ആവേശമായി. ഞാൻ ഓക്കെയാണ്, സ്വന്തം വോയിസിൽ അഭിനയിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് വർഷ പറഞ്ഞു. രേവതി അപ്പം തന്നെ കൈ മലർത്തി. സുധി, നിങ്ങൾ അഭിനയിച്ചോ? എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല. ചന്ദ്രമതി ഉടനെ തന്നെ ചോദിച്ചു. പിന്നെ നിനക്ക് അഭിനയിക്കാൻ അറിയില്ല അല്ലേ? നീ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താടി? രേവതി പറയുന്നത്, അമ്മേ അതൊന്നും അഭിനയമല്ല, ഞാൻ ഒറിജിനലാണ്. സച്ചി അന്നേരം പറയുന്നത്, രേവതി ഈ കുടുംബത്തിൻ്റെ സീനിയർ നടി അമ്മയാണ്. അച്ചമ്മ വരുമ്പോൾ അമ്മയുടെ പ്രകടനം കണ്ടിട്ടില്ലേ, നമുക്കും ഒരു കൈ നോക്കാമെന്ന് പറയും. അന്നേരം രവീന്ദ്രൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പിള്ളേരല്ലേ, അഭിനയിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എന്തിനാടാ അതിലൊക്കെ? എല്ലാ പ്രായത്തിലുള്ളവർ വേണമെന്ന് അഭിലാഷ് സാറ് പറഞ്ഞു എന്ന് ശ്രുതി നിർബന്ധിച്ചു. ചന്ദ്രമതിയും സച്ചിയൊക്കെ ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും സച്ചി പതുക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പരസ്യത്തിൽ അഭിനയിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് ലാഭമെന്ന്? കസ്റ്റമേഴ്സ് വന്ന് നിങ്ങളുടെ ഷോപ്പിലേക്കല്ലേ, എനിക്ക് എൻ്റെ ഓട്ടോ ട്രിപ്പ് മുടങ്ങി അവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലേ? രേവതിയും അത് ശരിവെച്ചു. ചന്ദ്രമതി അപ്പോൾ സച്ചി ഒന്ന് വിരട്ടി. ഒരു ദിവസം പോയ കച്ചവടം ഒന്നും ഇടിഞ്ഞു വീടങ്ങ് പോകുന്നില്ലല്ലോ. ശ്രുതിയും ആകെ ആലോചനയിലായി. കാരണം കയ്യിൽ പണം വെച്ചിട്ടാണല്ലോ ഇവർ ഈ തർക്കം കേൾക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട്. അവസാനം സച്ചി പറയുന്നുണ്ട്, ഒരു ദിവസം മുഴുവൻ പണിയെടുത്താൽ നീ ഞങ്ങൾക്ക് എത്ര രൂപ തരും? കാശോ? അതെന്തിനാ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ വരുമാനം കളഞ്ഞിട്ടില്ലേ ഞങ്ങൾ നിന്റെ കൂടെ വരുന്നത്, അപ്പോൾ കാശ് തരേണ്ടതെന്ന് സച്ചി വീണ്ടും ചോദിച്ചു. വർഷയും അത് ശരിയാണെന്ന് പറയും. ഇത് നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടില്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ, അത് നിന്റെ കടയാണ്, അല്ലാതെ എൻ്റെ കടയൊന്നുമല്ല എന്ന് സച്ചി തറപ്പിച്ചു പറഞ്ഞു. സച്ചി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ശ്രുതി പതുക്കെ പറഞ്ഞു, സച്ചി, ഞാനിത് സാറിനോട് പറഞ്ഞതാണ്, നീ വരില്ല എന്ന്. പക്ഷേ സച്ചി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരസ്യം നടക്കൂ എന്ന് സാറിന് ഒരേ നിർബന്ധമാണ്. അത് കേട്ടപ്പോൾ സച്ചി ഒന്ന് പുഞ്ചിരിച്ചു. ആ, സാറിന് എന്നെ വലിയ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. അത്രയും വലിയ ഒരാൾ ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുന്നത്? ശരി, ഞാൻ അഭിനയിക്കാം. ശ്രുതിക്കും ശ്വാസം അങ്ങ് നേരെ വീണു സച്ചിയുടെ വാക്ക് കേട്ടപ്പോൾ. രേവതി പതുക്കെ സച്ചിയോട് പറയുന്നത്, എനിക്ക് എൻ്റെ പൂവ് വിൽക്കാൻ പോകാനുള്ളതാണ് സച്ചിയേട്ടാ. സച്ചി ഉടനെ ശ്രുതിയോട് ചോദിച്ചു, ഭാര്യയും ഭർത്താവും കൂടി ജോഡിയായിട്ട് അഭിനയിക്കാൻ വേണമെന്നല്ലേ നീ പറഞ്ഞത്? രേവതിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ഭാര്യയായിട്ട് അഭിനയിക്കാൻ വേറൊരു പെണ്ണിനെ നോക്കിയാലോ? രേവതി അപ്പം തന്നെ സച്ചി എന്നൊരു സൂക്ഷ്മമായി നോക്കി. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ആ എന്നാ ശരി, ഞാൻ തന്നെ അഭിനയിക്കാം. വേറൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കൊണ്ടുവരേണ്ട. സച്ചിക്കപ്പോൾ ഒരു പഴയ ഓർമ്മ വന്നു. നേരത്തെ ഒരു പരസ്യത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്കൊരു മണിക്കൂറിന് 600 രൂപ കിട്ടിയിരുന്നു. ഇതിപ്പോൾ ഒരു ദിവസം ഫുള്ള് നിൽക്കണം, എന്നിട്ടും കാശൊന്നും തരാൻ പറ്റില്ലല്ലോ. നീ അഭിലാഷ് സാറിനെ ഒന്ന് വിളിക്ക്, ഞാൻ തന്നെ ചോദിക്കാം. അത് കേട്ടപ്പോൾ ശ്രുതി പേടിച്ചു പോയി. പ്ലീസ് സച്ചി, സാർ എനിക്ക് തരുന്ന ഒരു ബഹുമാനമുണ്ട്, നീയായിട്ടത് കളഞ്ഞു കുറിക്കരുത് എന്ന് പറയും. രവീന്ദ്രൻ പറയുന്നത്, സച്ചി നീ അവനെ സപ്പോർട്ട് ചെയ്യടാ, ഇത് നമ്മുടെ പയ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടില്ലേ, അവനെ സപ്പോർട്ട് ചെയ്തിട്ട് നന്നായിട്ട് അഭിനയിച്ചാൽ മാത്രം മതി. അവസാനം എല്ലാവരും കൂടി അതിന് സമ്മതിച്ചു. നാളെ മുംബൈയിൽ നിന്നും ഒരു ടീം വരുമെന്നും എല്ലാവരും കുളിച്ച് റെഡിയായി നിൽക്കണമെന്നും ശ്രുതി പറഞ്ഞു. ചന്ദ്രമതി നേരെ മുറിയിലേക്ക് പോയപ്പോൾ ശ്രുതി ഓടിച്ചെന്ന് 10,000 രൂപ എടുത്തു കൊടുത്തു. കാശില്ല എന്ന് പറഞ്ഞിട്ട് ഇതെന്താ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ, ആർക്കും കൊടുക്കില്ലെങ്കിലും അമ്മക്ക് തരണമെന്ന് തോന്നിയെന്ന് ശ്രുതി പറയാണ്. ചന്ദ്രമതിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് കൊള്ളാലോ, ഇനിയും പരസ്യത്തിൽ അഭിനയിക്കാമെന്ന് അവർ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ മുംബൈയിൽ നിന്നും ഷൂട്ടിംഗ് സംഘം വീട്ടിലേക്കെത്തി. വില കൂടിയ ക്യാമറകളും ലൈറ്റുകളും എല്ലാം കണ്ടപ്പോൾ എല്ലാവർക്കും ചെറിയൊരു പേടിയും ആകാംക്ഷയും തോന്നി. ചന്ദ്രമതി ആവട്ടെ പഴയ പട്ടുസാരിക്ക് ഉടുത്ത് അണിഞ്ഞൊരുങ്ങി
ഒരു വലിയ സിനിമാ നടിയുടെ ഭാവത്തിലാണ് ഇരുന്നത്. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ശ്രുതിയും ക്യാമറയ്ക്ക് മുന്നിൽ കുറച്ചൊക്കെ തപ്പിത്തടഞ്ഞു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചത് സച്ചിയായിരുന്നു. തൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി വന്ന ആ ഒരു സീന് സച്ചി അത്രയ്ക്ക് സ്വാഭാവികമായിട്ടാണ് ചെയ്തത്. രേവതിയുടെ നാണം കലർന്ന ചിരിയും രവീന്ദ്രൻ അച്ഛൻ ശാന്തമായ സംസാരവും ആ പരസ്യത്തിന് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകി. ഷൂട്ടിംഗ് ഇടവേളയിൽ മുംബൈ ടീമിലെ ഡയറക്ടർ സുധിയോട് രഹസ്യമായി പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിലെ ഈ വലിയ ആൾക്കാരെയും സച്ചിയും ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന്. അവർക്ക് ശരിക്കും നല്ല പ്രതിഫലം തന്നെ നൽകണമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ശ്രുതിയും ഉള്ളൊന്ന് പിടഞ്ഞു. കയ്യിലിരുന്ന 2 ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരമായപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ മാറി മറിഞ്ഞു. അഭിലാഷ് സർ നേരിട്ട് തന്നെ സൈറ്റിലേക്കെത്തി. അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്ന കൂട്ടത്തിൽ സച്ചിയോട് ചോദിച്ചു, സച്ചി ശ്രുതി പൈസയൊക്കെ അക്കൗണ്ടിലേക്ക് അയച്ചില്ലേ എന്ന്. ഹാള് പെട്ടെന്ന് അത് കേട്ടതോടുകൂടെ തന്നെ നിശബ്ദമായി. സച്ചി ശ്രുതിയുടെ മുഖത്തേക്ക് സംശയത്തോടു കൂടെ നോക്കി. ശ്രുതിയും അങ്ങ് വിയർക്കാൻ തുടങ്ങി. കാശ് തരാൻ സാറ് നേരത്തെ തന്നെ തന്നോ എന്ന് സച്ചി ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ രവീന്ദ്രൻ അച്ഛനും ചന്ദ്രമതിയും അങ്ങ് ഞെട്ടി നിൽക്കാണ്. ശ്രുതിക്ക് കള്ളം പറയാൻ കഴിയില്ല എന്ന് ബോധ്യമായി. അവൻ പതുക്കെ തല താഴ്ത്തി നിന്ന് സത്യം പറഞ്ഞു. സാറേ, ബിസിനസ്സിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ കാശ് കൊണ്ട് ഞാൻ നികത്താമെന്നാ വിചാരിച്ചത്. ആരെയും അറിയിക്കേണ്ടെന്നാ കരുതിയത് എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത് വലിയ വിഷമമായി. സച്ചി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. പക്ഷേ സച്ചിയുടെ മനസ്സ് നിറയെ അനിയൻ്റെ വളർച്ച മാത്രമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സച്ചി പറഞ്ഞു, എടാ, നീ പൈസ ബിസിനസ്സിലേക്ക് ഇട്ടോ. നിനക്കത് ഗുണം ചെയ്യുമെങ്കിൽ എനിക്ക് വേറെ പ്രതിഫലമൊന്നും വേണ്ട. പക്ഷേ ഇനി മുതൽ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വീട്ടുകാരെല്ലാവരോടും തുറന്നു പറയണം. സച്ചിയുടെ ആ ഒരു വലിയ മനസ്സ് കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു. അഭിലാഷ് സർ ആ കുടുംബത്തിൻ്റെ ഐക്യം കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും മടങ്ങി. അങ്ങനെ ആ ഒരു പരസ്യം റിലീസായതോടുകൂടി തന്നെ ശ്രുതിയുടെ കടയിലേക്ക് കുറേയധികം കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ വന്ന് വലിയ തിരക്കിലായിരുന്നു. കുടുംബത്തിൽ എല്ലാവരും ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം പങ്കിട്ടു. ശ്രുതി തൻ്റെ അബദ്ധം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ സച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും ശ്രുതിക്ക് ഇരട്ടിയായി വന്നു. അങ്ങനെ ഇനി ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.